കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിർത്തിവെക്കണമെന്ന് സർക്കാർ. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സാലി, ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇത്തരത്തിലൊരു തീവ്ര വോട്ടർ പട്ടിക കേരളത്തിനെ സംബന്ധിച്ച് ആവശ്യമില്ല. മാത്രമല്ല 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിശോധനകളിലെ അശാസ്ത്രീയത, ഇതൊക്കെയാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് വാദങ്ങൾ പുരോഗമിക്കുന്നത്? അജിംഷാദ്, വാദം പൂർത്തിയായി. വിധി പറയുന്നതിനായി നാളെ കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് VG അരുണിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വിശദമായ വാദം നടന്നു. ആദ്യം അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് വേണ്ടി ഹാജരായി വാദിച്ചു. AG പറഞ്ഞത് 1,75,000 ഉദ്യോഗസ്ഥർ ലോക്കൽ ബോഡി ഇലക്ഷന് വേണം, 26,000 ഉദ്യോഗസ്ഥർ ഏതാണ്ട് ഈ SIR-ന് വേണ്ടി വരും. ഇത്രയും ഉദ്യോഗസ്ഥർ ഈ രണ്ട് പ്രക്രിയയ്ക്കുമായി മാറ്റിവെച്ചാൽ സംസ്ഥാനത്ത് ഭരണസ്തംഭനവും ഉദ്യോഗസ്ഥ ക്ഷാമവും ഉണ്ടാകും. അതുകൊണ്ട് ഈ SIR തൽക്കാലത്തേക്ക് മാറ്റിവെക്കണം എന്നതാണ് സർക്കാരിൻ്റെ പ്രയർ. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ SIR അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയമല്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് മെയിലാണ് ഇനി കേരളത്തിൽ നടക്കാനുള്ളത്. അതിനു മുമ്പ് അത് പൂർത്തിയാക്കിയാൽ മതിയാവും. അതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനപ്രകാരം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് മതി. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ആവശ്യമില്ല. അത് സർക്കാരിന് സംസ്ഥാനത്തും വലിയ ബാധ്യതയും പ്രശ്നങ്ങളും ഉദ്യോഗസ്ഥ ക്ഷാമവും ഭരണസ്തംഭനത്തിനും ഇടയാക്കും എന്നുള്ളതാണ്. അതിന് മറുവാദമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇക്കാര്യത്തിലുള്ള സമ്പൂർണ്ണ അധികാരി തങ്ങളാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അക്കാര്യം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഹൈക്കോടതി ഇതിൽ ഇടപെടാനേ പാടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. മറ്റൊന്ന്, കേരളത്തിൽ മെയിലെ തെരഞ്ഞെടുപ്പ് നടക്കൂ എന്ന സർക്കാർ വാദത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഖണ്ഡിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള അധികാരം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുണ്ട് എന്നതാണ് വാദം. അതുകൊണ്ട് വേണമെങ്കിൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കാം. അതുകൊണ്ട് അടിയന്തരമായി SIR പൂർത്തിയാക്കുക എന്നുള്ളൊരു ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ ഹൈക്കോടതി ഇടപെടരുത് എന്നുള്ളതായിരുന്നു വാദം. കോടതി അതിൽ പറഞ്ഞത്, ഈ ബുദ്ധിമുട്ടെല്ലാം സംസ്ഥാന സർക്കാരിനല്ലേ എന്നൊരു ചോദ്യം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുകയും ചെയ്തു. പക്ഷേ കോടതിയുടെ ഒരു പരിമിതി ഇക്കാര്യത്തിൽ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഈ SIR-മായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള പല കേസുകളിലും ഹൈക്കോടതികൾ ആ കേസുകൾ കാര്യമായി പരിശോധിക്കേണ്ടതില്ല, എല്ലാം സുപ്രീം കോടതിയിലേക്ക് വരട്ടെ എന്ന ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഹൈക്കോടതിക്ക് അക്കാര്യത്തിൽ ഒരു പരിമിതി ഉണ്ട് എന്ന് കോടതി വാക്കാൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഏതായാലും വിശദമായ വാദം തന്നെ നടന്നു. ഒടുവിൽ നാളെ വിധി പറയുന്നതിനായി മാറ്റി. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദത്തിൽ ഒന്ന് ഇത് തന്നെയായിരുന്നല്ലോ, അങ്ങനെ പരാതി സർക്കാരിനുണ്ട് എങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കട്ടെ എന്ന്, അല്ലേ? തീർച്ചയായും സുപ്രീം കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. സുപ്രീം കോടതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കേസുകളിൽ. പാർലമെന്റിന് പോലും അധികാരമില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്. വേണമെങ്കിൽ സുപ്രീം കോടതി പോകട്ടെ എന്നുള്ള ഒരു വാക്കാൽ പരാമർശം ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുകയും ചെയ്തു. പക്ഷേ അവരാവശ്യപ്പെട്ടത് സുപ്രീം കോടതി പോകണം എന്നൊന്നുമല്ല, ഈ കേസ് ഇവിടെ വെച്ച് തന്നെ തള്ളി അവസാനിപ്പിക്കണം. കാരണം സ്റ്റേറ്റിന് ഇതിന് അധികാരമുള്ള കാര്യമൊന്നുമില്ല. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഇക്കാര്യത്തിൽ പൂർണ്ണ അധികാരി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട അധികാരിയും ചുമതലപ്പെട്ടവരും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം ഇതാണ്, അത് നടപ്പിലാക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. ഏതായാലും കോടതി രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം നാളെ വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്.